സന്ദീപ് വാര്യർ, ഇപ്പോൾ കണക്കുകൾ വന്നിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടി, ഞാൻ UDFന്റെ അല്ല, കോൺഗ്രസിന് മാത്രം ഏകദേശം 4% വർധനമുണ്ടായിട്ടുണ്ട്. 29.17% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. 25.29 എന്ന് 2020 അപേക്ഷിച്ച്. ഇത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. ഇപ്പോൾ ജോസ് കെ മാണി വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മധ്യ കേരളത്തിൽ ആവശ്യത്തിന് ക്രിസ്ത്യൻ വോട്ടുകൾ നിങ്ങളുടെ പക്കലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. സന്ദീപ് വാര്യർ, ഇപ്പോൾ VPP മുസ്തഫ പറയുന്നത് ഈ കണക്കുകൾ തിരിച്ചു വരാവുന്നൊരു കണക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? അതുകൊണ്ടാണോ ഇപ്പോൾ ഈ നേരത്തെ ഗോപകുമാർ പറഞ്ഞതുപോലെ ഒരു സാധ്യതയും അടയ്ക്കേണ്ടതില്ല, PV അൻവറിനെയും CK ജാനുവിനെയും ഒക്കെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നത് ഈ സാധ്യത കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണോ? ഒരു ബലാബലം ഒരുപക്ഷെ നിയമസഭയിൽ ഉണ്ടായേക്കാമെന്നുള്ളത്? അരുൺ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ കേരളത്തിനൊരു പൊളിറ്റിക്കൽ പാറ്റേൺ പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന പാർട്ടികൾക്ക് തൊട്ടടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ UDFന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും കോൺഗ്രസ് പാർട്ടിയും UDFും ഈ തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉദാസീനമായിട്ടിരിക്കാനോ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനോ തയ്യാറാകുന്നില്ല. മറിച്ച് വളരെ ശക്തമായി സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടവുമായി ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് അടുത്ത 4 മാസം മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും UDFന്റെ നേതാക്കളുടെ പ്രതികരണമൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ശ്രീ PPP മുസ്തഫ പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അദ്ദേഹം ഇന്ന് UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളെക്കുറിച്ച് അവരൊന്നും അത്ര പോരാത്തവരാണെന്ന രീതിയിൽ പറഞ്ഞു. ഇവരൊക്കെ LDFന്റെ ഭാഗമായിരുന്നല്ലോ. ഇപ്പോൾ ശ്രീ PV അൻവർ നേരത്തെ LDFന്റെ MLA ആയിരുന്നു. ആ കാലത്ത് മുഖ്യമന്ത്രിയുടെ വളരെ വേണ്ടപ്പെട്ടയാളായിരുന്നു. അന്ന് PV അൻവർ അവർക്ക് വളരെ വേണ്ടപ്പെട്ട പ്രത്യേക പദപ്രയോഗങ്ങളൊക്കെ നടത്തി വിശേഷിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇന്ന് അദ്ദേഹം LDFൽ നിന്ന് തെറ്റി പുറത്തോട്ട് വന്നപ്പോൾ അദ്ദേഹം വളരെ നിസ്സാരക്കാരനായിട്ടൊരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള നിലപാടാണ്. 1. 2, ശ്രീമതി CK ജാനുവിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. CK ജാനുവിനെയും LDFലേക്ക് ചേർക്കാൻ വേണ്ടി പലവട്ടം അവർ ചർച്ച നടത്തിയതല്ലേ, അവരുമായി ചേർന്ന് പ്രവർത്തിച്ചതല്ലേ. അതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്ന് LDFലുള്ള പല ഘടകകക്ഷികളെക്കാളും കൂടുതൽ ജനസ്വാധീനമുള്ളവരാണ് ഈ 2 പേരും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരെ ചെറുതായി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരുടെയും പേരെടുത്ത് പറയുന്നുമില്ല. പക്ഷേ LDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള 11 പാർട്ടികളിൽ CK ജാനുവിൻ്റെയോ അല്ലെങ്കിൽ PV അൻവറിൻ്റെയോ രാഷ്ട്രീയ സ്വാധീനമുള്ള എത്ര പേർ അതിനകത്തുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചാൽ മതി. മറ്റൊന്ന്, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഇപ്പോൾ മറുപടി പറയുന്നില്ല. ഞാൻ ആദ്യ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ചില കാര്യങ്ങളിലെ അഭിപ്രായവും അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നതുമൊക്കെ കൃത്യമായിട്ടുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരന് താല്പര്യമില്ലെങ്കിൽ പോകാവുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വലതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം BJPയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനെ കുറിച്ച് പറഞ്ഞു. തൃശ്ശൂരിൽ BJP കുറഞ്ഞത് 20% വോട്ടാണ്, ചെറിയ വോട്ടല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കിട്ടിയതിൽ 20% വോട്ടുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത്. അത് മാത്രമല്ല, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിൽ പോലും അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ല. ശ്രീ സുരേഷ് ഗോപി അവിടുന്ന് മത്സരിച്ച സമയത്ത് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും വലിയ ലീഡായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നു, NDAക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഒരു പഞ്ചായത്തിൽ പോയവർക്ക് ഭരണമില്ല എന്ന് മാത്രമല്ല, ശ്രീ സുരേഷ് ഗോപി ദത്തെടുത്തിട്ടുള്ള അവിണിശ്ശേരി പഞ്ചായത്തിൽ പോലും ഭൂരിപക്ഷമില്ല. അവിടെ 3ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിക്കഴിഞ്ഞു, BJPക്ക് ഒപ്പം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു പഞ്ചായത്തിലും ഭരണം കിട്ടാത്ത സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിൽ പോലും BJP എത്തിക്കാൻ സാധിച്ചത് ക്രൈസ്തവ വോട്ടുകൾ. ഇപ്പോൾ നേരത്തെ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഏകീകരണം BJPക്ക് അനുകൂലമായി സംഭവിക്കുമെന്നായിരുന്നു വലിയ പ്രചാരണം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ പരിശോധിക്കൂ, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ക്രിസ്ത്യൻ മേഖലകളിൽ ഉടനീളം UDFന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗം തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, വലിയൊരു പ്രചാരണം നടന്നിരുന്നത് കോൺഗ്രസിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ അകന്നുപോയി എന്നൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അതും പരിപൂർണമായി പരാജയപ്പെട്ടില്ലേ? ഇപ്പോൾ പത്തനംതിട്ട, അതല്ലെങ്കിൽ കോട്ടയം, എറണാകുളം, അല്ലെങ്കിൽ തൃശ്ശൂർ, ഈ ജില്ലകളിലൊക്കെ വളരെ വലിയ സൈസിൽ ഹിന്ദു വോട്ടുകളുണ്ട്. ആ മേഖലകളിലൊക്കെ UDFന് അനുകൂലമായിട്ടുള്ള വോട്ട് വീണിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഏതൊക്കെ ശക്തികൾ കോൺഗ്രസിനെതിരായിട്ടുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയാലും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ, UDFന് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ഹിന്ദു സമൂഹവും ക്രൈസ്തവ സമൂഹവും മലബാറിൽ മുസ്ലിം സമൂഹവും ഒക്കെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായിട്ടൊരു സെക്യുലർ ഫോഴ്സായിട്ട് കേരളത്തിൽ ഇന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് UDFനെ മാത്രമാണെന്ന് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പിന്നെ എന്ത് കണ്ടിട്ടാണ് BJPക്ക് വോട്ട് ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷവും കരോൾ നടത്തിയതിന് പാലക്കാട് കുട്ടികൾക്ക് അടി കിട്ടി. ഈ കൊല്ലവും അത് ആവർത്തിച്ചു. എല്ലാ കൊല്ലവും കരോൾ നടത്തും, അടി കൊടുക്കും, പിന്നെ കേക്ക് കൊടുക്കും, അടി നടത്തും, കേക്ക് കൊടുക്കും. ഈ അടിയും കേക്കും ഇങ്ങനെ മാറി മാറി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾ BJP
വിശ്വസിക്കേണ്ടത്? ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, BJP-യെയും RSS-നെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കൃത്യമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് പല ഘട്ടങ്ങളിൽ അവരുടെ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പത്തനംതിട്ട ജില്ലയിൽ, കോട്ടയത്ത് ഒക്കെ ഇവിടെ ചില ക്രൈസ്തവ നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് BJP-ക്ക് അനുകൂലമാക്കി പല കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്? വിരലിൽ എണ്ണാവുന്നവരെ മാത്രമല്ലേ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ ഔട്ട്റീച്ച് പരിപാടി പരാജയപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട കാരണം കേക്ക് കൊടുക്കുന്നതിനൊപ്പം അടികൂടി കൊടുത്തുകൊണ്ടാണ്. കരോള് പാടാൻ പോലും അനുവാദമില്ല. കരോളിന് പകരം ഗണഗീതം പാടണം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എങ്ങനെ അംഗീകരിക്കാനാണ്? അത് കൃത്യമായി ബോധ്യപ്പെട്ടല്ലോ. അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യം, ഇപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാലോ. ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സംരക്ഷിച്ച് നിർത്താനല്ലേ BJP തുടക്കം മുതൽ ശ്രമിച്ചത്. അവർ പ്രക്ഷോഭ രംഗത്തെ ഉണ്ടായിരുന്നില്ല ആരും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രക്ഷോഭത്തിൽ മുന്നിലുണ്ടായിരുന്നയാളാണ് ഞാൻ. ഞങ്ങളടക്കം 16-17 പ്രവർത്തകരെ, UDF പ്രവർത്തകരെ, കോൺഗ്രസ് പ്രവർത്തകരെ ജയിലടച്ചു 10 ദിവസത്തിലധികം. ഒരൊറ്റ BJP നേതാവിനെതിരെ പോലും ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഒരു കേസ് പോലും ഇല്ല കേരളത്തിൽ. ഒരാൾ പോലും ജയിലിൽ പോയിട്ടില്ല. ഒരു പ്രക്ഷോഭത്തിന്റെ പോലും ഭാഗമായിട്ട് അവർ ജയിലിൽ പോയിട്ടില്ല. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനപ്പുറം NDA-യുടെ ഭാഗത്ത് നിന്ന്, BJP-യുടെ ഭാഗത്ത് നിന്ന് ശബരിമല സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല. അവരതിന് സീരിയസേ അല്ല, മറിച്ച് പ്രക്ഷോഭം നടത്തിയാൽ അത് UDF-ന് ഗുണകരമാവുമെന്നൊരു പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ധാരണയുടെ പേരിൽ അവർ ഈ പ്രക്ഷോഭ രംഗത്തെ ഉണ്ടായിട്ടില്ല. അവരുടെ താല്പര്യവും പിണറായി സർക്കാരിന്റെ താല്പര്യവും CPM-ന്റെ താല്പര്യവും ഒന്ന് തന്നെയാണ്: കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, കോൺഗ്രസിനെ ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ടാണ്. അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രീയമില്ല, അവർക്കൊരു സ്റ്റാൻഡ് ഇല്ല. ആ BJP-യുടെ അകത്ത് തന്നെ വലിയ ഡൈലമ്മയുണ്ട്. അവർ ഏത് സ്റ്റാൻഡ് എടുക്കുന്ന സംബന്ധിച്ച് അവർ വലിയ ആശയക്കുഴപ്പത്തിലാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നൊരു നിലപാടെടുത്തിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ മതി. RSS-ന്റെയും BJP-യുടെയും കേരളത്തിലെ സൈബർ ഹാൻഡിലുകൾ നിങ്ങൾ പരിശോധിക്കൂ. അതിൽ മുഴുവൻ അവർ ആഗ്രഹിക്കുന്നത് UDF-ന്റെ പരാജയമാണ്. അതിന് വേണ്ടിയിട്ടുള്ള വർഗീയ പ്രചരണം നടത്തുകയാണ്. അതേ വർഗീയ പ്രചരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷവും നടത്തുകയാണ്. എന്തൊക്കെയാണോ കേരളത്തിലെ ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും നടത്തുന്നത്, ഏതൊക്കെ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടാണോ UDF-നെ ആക്ഷേപിക്കാൻ വേണ്ടി, അടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്, അതേ നറേറ്റീവ് കേരളത്തെ സംഘപരിവാർ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ തരത്തിൽ, ഒരേ ആശയത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്, സെക്യുലർ സമൂഹത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. ഇതിലേറെ വലിയ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പോകുന്നില്ല. അതിശക്തമായി ഇനിയുള്ള ദിവസങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും. Debate with Dr. Arun Kumar.